നമസ്കാരം, എല്ലാവർക്കും ബയോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ബയോളജിയിലെ പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററാണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകത ഇത് +1 എക്സാമിനേഷൻ എഴുതുന്നവർക്കും +1 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർക്കും ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആരും പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകരുത്. ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക. നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതുന്ന ഭാഗങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് നന്നായി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാൻ കിങ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് സയന്റിസ്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ വരാറുണ്ട്. ഒന്ന് ലിനേഴ്സിന്റെയും ഒന്ന് വിറ്റേക്കന്റെയും. പോൾ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത, അദ്ദേഹം രണ്ട് കിങ്ഡമാക്കിയാണ് തിരിച്ചത്. ഒന്ന് പ്ലാൻ കിങ്ഡവും ഒന്ന് അനിമൽ കിങ്ഡവും. അദ്ദേഹത്തിന്റെ പ്ലാൻ കിങ്ഡത്തിന്റെ പ്രത്യേകത പ്ലാന്റ്സ് അല്ലാത്ത, അതായത് ആൽഗയും മറ്റു പ്ലാന്റ്സുകളും അല്ലാതെ മൊണീറയും പ്രോട്ടിസ്റ്റുകളും ഫംഗസുകളും കൂടി ഉൾപ്പെട്ടതായിരുന്നു. അതായത് നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? അല്ല. എന്നാൽ RH വിറ്റേരുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ മാത്രമായിരുന്നു? പ്ലാന്റ്സ് ആയ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പംസ് മാത്രമായിരുന്നു. അതായത് പ്ലാന്റ്സ് മാത്രം ഒതുങ്ങുന്ന ഒരു പ്ലാന്റ് കിങ്ഡം ആയിരുന്നു. ആ ഒരു പ്ലാന്റ് കിങ്ഡത്തിന്റെ സവിശേഷതകളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യം ഓരോ സയന്റിസ്റ്റുകളും ചെയ്ത ക്ലാസിഫിക്കേഷനെ 3 ഗ്രൂപ്പാക്കി തിരിക്കാം. അതായത് ഇതുവരെ ഏതൊക്കെ സയന്റിസ്റ്റുകളാണോ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് അതെല്ലാത്തിനെയും 3 കാറ്റഗറിയായിട്ട് തിരിക്കാം. ഒന്നാമത് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, 2 നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, 3 ഫൈലോജന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇത് കൂടാതെ പുതിയ ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്ലാന്റിലെ ഏറ്റവും പുറമേ കാണുന്ന ബാഹ്യരൂപത്തിൽ കാണുന്ന ക്യാരക്ടേഴ്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അതായത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയുള്ള ക്ലാസിഫിക്കേഷനെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റങ്ങൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് ആയ ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സിന് അധികം ഇമ്പോർട്ടൻസ് നൽകിയിട്ടില്ല. കൂടുതലും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആയ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് പോലുള്ളവയ്ക്കായിരുന്നു ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. The earliest system of classification used only those superficial morphological characters such as habit, color, number and shape of leaves. എന്ന് പറഞ്ഞാൽ അത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയ ഹാബിറ്റ്, അതായത് ഹെർബാണോ, ഷ്രബാണോ, ട്രീ ആണോ, ദെൻ കളർ, നമ്പർ ആൻഡ് സൈസ് ഓഫ് ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ്. ഒരു ലീഫിന്റെ സൈസ്, അതിന്റെ ഷേപ്പ്, അതിന്റെ കളർ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടായിരുന്നു പണ്ടത്തെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം. They were based mainly on vegetative characters or on the androecium structure. ഒന്നുകിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യും, അല്ലെങ്കിൽ പൂവിനകത്തുള്ള ആന്തറുകളുടെ അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിന്റെ എണ്ണത്തിനനുസരിച്ച്. ഒറ്റ ആന്തറുകളെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ ഗ്രൂപ്പുകളെങ്കിൽ മൊണാൻഡ്രസ് എന്നും, പിന്നെ രണ്ടുണ്ടെങ്കിൽ ഡയാൻഡ്രസ്, അങ്ങനെ എണ്ണത്തിന് ആൻഡ്രീഷ്യത്തിന്റെ എണ്ണത്തിനനുസരിച്ചായിരുന്നു കോളിനേഴ്സ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരുന്നത്. അത് നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? അല്ല. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ തന്നെ കോളിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കുക. ഇതിന് കുറച്ച് ഡ്രോബാക്ക്, നേരത്തെ പറഞ്ഞ നല്ലൊരു ക്ലാസിഫിക്കേഷൻ അല്ല, അപ്പോൾ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡീമെറിറ്റ്സും ഉണ്ട്. എന്തൊക്കെയാണ് ആ ഡീമെറിറ്റ്സ് നോക്കാം. They separated the closely related species since they were based on few characteristics. അതായത് നമ്മൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ 2 ഗ്രൂപ്പിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ചെമ്പരത്തിയുടെയും വെണ്ടയുടെയും ഇലകൾ തമ്മിൽ നോക്കുക, എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ഒരു സാദൃശ്യമില്ല. അപ്പൊ നമ്മൾ 2 ഗ്രൂപ്പിലാകും. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരു ഫാമിലിയും പണ്ട് കാലങ്ങളിൽ ഒരേ ജീനസിലുമായിരുന്നു. അതിന് ഒരുപാട് ക്യാരക്ടേഴ്സ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. പൂക്കൾക്ക് ഭയങ്കര സാമ്യതയുണ്ട് അല്ലേ? ചെമ്പരത്തിയുടെ പേര് ഹിബിസ്കസ് റോസ സയനൻസിസ് എന്നായിരുന്നു. ദെൻ അതുപോലെ വെണ്ടയുടെ പഴയ പേര് ഹിബിസ്കസ് എസ്കുലൻഡ എന്നായിരുന്നു. അപ്പോൾ തന്നെ ജീനസുകൾ പോലും സാമ്യം വരണമെങ്കിൽ അത്രത്തോളം ക്ലോസ്ലി റിലേറ്റഡ് പ്ലാന്റുകളായിരുന്നു. പക്ഷെ നമ്മൾ ഇല വെച്ച് നോക്കുകയാണെങ്കിൽ 2 ഗ്രൂപ്പിലോട്ട് ഉൾപ്പെടുത്തും. അങ്ങനെ ഇലകളുടെയോ മറ്റു വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനെ ആയിരുന്നു ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള കുഴപ്പം എന്തായിരുന്നു? ക്ലോസ്ലി റിലേറ്റഡ് പ്ലാന്റ്സുകൾ സെപ്പറേറ്റ് ആയിരുന്നു, 2 ഗ്രൂപ്പിലായിട്ട് മാറി. ആൾസോ ദ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നൽകേണ്ടത് സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയ ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സിനായിരുന്നു. പക്ഷേ
കൂടുതൽ വെയിറ്റേജ് നൽകിയത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനായിരുന്നു. This is not acceptable since we know that often the vegetative characters are more easily affected by environment. കാരണം നമുക്ക് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണമല്ല. കാരണം വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എൻവയോൺമെന്റ് സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ചെടിയിലെ കമ്പ് മാറ്റി നടുമ്പോൾ അവിടെ കെമിക്കലിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻവയോൺമെന്റ് ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസിൽ അതിലുണ്ടാകുന്ന പുതിയ ഇലകൾക്ക് എന്തെങ്കിലും സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ വേരിയേഷൻ, കളറിൽ ഒരു വേരിയേഷൻ ഉണ്ടാകാം. അതുകൊണ്ട് ഒരിക്കലും അത് ശാശ്വതമല്ല, പെർമനന്റ് അല്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും വെജിറ്റേറിയൻ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. അത് ഇതിന്റെ ഒരു പോരായ്മ തന്നെയാണ്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പേര് പോലെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്യും. അതായത് മോർഫോളജി, അനാട്ടമി, എംബ്രിയോളജി, സൈറ്റോ കെമിസ്ട്രി, ഫൈറ്റോ കെമിസ്ട്രി, അൾട്രാ സ്ട്രക്ചർ തുടങ്ങിയ എല്ലാ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Were based on natural affinities among the organism and consider not only the external features but also internal features like ultrastructure, anatomy, embryology, phytochemistry, etc. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും, മോർഫോളജി മാത്രമല്ല അനാട്ടമി ഉൾപ്പെടുന്ന എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടായിരിക്കും ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്തായിരിക്കും? ഒരു പ്ലാന്റിന്റെ എല്ലാ ക്യാരക്ടേഴ്സും നോക്കിയിട്ട് മറ്റൊരു പ്ലാന്റിനോട് താരതമ്യം ചെയ്യുമ്പോൾ സിമിലർ പ്ലാന്റ്സുകൾ മാത്രമേ ഒരു ഗ്രൂപ്പിൽ വരത്തുള്ളൂ, അല്ലേ? ഫോർ എക്സാമ്പിൾ, വെണ്ടയുടെയും ചെമ്പരത്തിയുടെയും ഫ്ലോറൽ ക്യാരക്ടേഴ്സും കെമിക്കൽ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ആ വഴുവഴുപ്പ് രണ്ട് പ്ലാന്റ്സിലും ഉണ്ട്, ഒരു ചെറിയൊരു മ്യൂക്കസ് രണ്ട് പ്ലാന്റ്സിലുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പ്ലാന്റ് ഒരു ഗ്രൂപ്പിൽ തന്നെ വരേണ്ടതാണ്. അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ലേ? അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്താൽ മാത്രമേ ആ ഒരു നല്ല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നൽകാൻ കഴിയൂ. അങ്ങനെ നല്ല രീതിയിൽ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നൽകിയത്, അല്ലെങ്കിൽ അതിനൊരു അടിസ്ഥാനം നൽകിയത് ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ എന്ന രണ്ടുപേരാണ്. ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ഇവരുടെ ക്ലാസിഫിക്കേഷനെ ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വലിയ ക്ലാസ് ഡിഗ്രി മുതൽ നിങ്ങൾ ഇത് പഠിക്കുന്നതായിരിക്കും. ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു ജീവിയുടെ പരിണാമ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനാണ്. എവല്യൂഷണറി അഫിനിറ്റീസ് ഓഫ് ആൻ ഓർഗാനിസത്തിനെ കുറിച്ച് പറയുന്നതാണ് ഫൈലോജനി എന്ന് പറയുന്നത്. ഫൈലോജനിയെ കുറിച്ചുള്ള പഠനം, അതായത് എവല്യൂഷണറി അഫിനിറ്റീസും ജനറ്റിക് ക്യാരക്ടേഴ്സും, ജനിതക ബന്ധങ്ങളും അതുപോലെ പരിണാമ സ്വഭാവങ്ങളെ കുറിച്ചുള്ള പഠനം, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിസം ആർ അക്സെപ്റ്റബിൾ. ഒരു ജീവിക്ക് മറ്റൊരു ജീവിയുമായിട്ട് പരിണാമപരമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, ഈ പ്ലാന്റിൽ നിന്നാണോ ആ പ്ലാന്റ് ഉണ്ടായത് എന്നൊരു ഒരു കൺസിഡറേഷൻ കൂടി നൽകിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. ദിസ് അസ്യൂം ദാറ്റ് ഓർഗാനിസം ബിലോങ്ങിങ് ദ സെയിം ടാക്സ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. അതായത് ഇതിനർത്ഥം ഒരു ഗ്രൂപ്പിൽ വരുന്ന ജീവികൾക്കെല്ലാം ഒരേ പൂർവികരായിരിക്കും, ആൻസെസ്റ്റർ കോമൺ ആയിരിക്കും. അങ്ങനെയല്ലേ വരൂ? ഒരേ ക്യാരക്ടേഴ്സ് ഉള്ളവരായിരിക്കും ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരേ ടാക്സയിൽ വരുന്നവർക്കെല്ലാം ഒരേ പൂർവികർ, ആൻസെസ്റ്റർ ആയിരിക്കും. We now use information from many other sources to help resolve difficulties in classification. ക്ലാസിഫിക്കേഷന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി എല്ലാ സോഴ്സുകളിൽ നിന്നും ഇൻഫർമേഷൻ നേടിയിട്ടാണ് ഇന്ന് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. These become more important when there is no supporting fossil evidence. അതായത് ഇന്ന് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഫോസിൽ എവിഡൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു എവല്യൂഷണറി അഫിനിറ്റീസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്ലാസിഫിക്കേഷൻ നൽകാൻ കഴിയൂ. മോഡേൺ അപ്രോച്ചസ്, അതായത് പുതിയ രീതിയിലുള്ള സമീപനങ്ങൾ, ക്ലാസിഫിക്കേഷന്റെ സമീപനങ്ങളിൽ ഒന്നാമത്തേതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് മോഡേൺ മെഷീൻസ്, കമ്പ്യൂട്ടർ, ഡേറ്റ പ്രോസസ്സിങ്ങിലൂടെയുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഓർഗാനിസിന്റെ ക്യാരക്ടേഴ്സിനെ കോഡുകളാക്കി കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ വളരെ ഈസി ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമി വിച്ച് ഈസ് നൗ ഈസിലി ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസിൽ കാണപ്പെടുന്ന നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് ന്യൂമറിക്കൽ ടാക്സോണമിയിലുള്ളത്. നമ്പർ ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഓൾ ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഡേറ്റ ആർ ദെൻ പ്രോസസ്ഡ്. ഇവിടെ ഓരോ ക്യാരക്ടേഴ്സിന് നമ്പറുകൾ അല്ലെങ്കിൽ കോഡുകൾ നൽകിയിട്ട് ആ ഡേറ്റ പ്രോസസ്സിങ്ങിലൂടെയാണ് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഇൻ ദിസ് വേ ഈച്ച് ക്യാരക്ടർ ഈസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ്.
നമ്മളിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും കോഡുകൾ അല്ലെങ്കിൽ നമ്പറുകൾ കൊടുക്കുന്നതിന്റെ ഗുണമെന്ന് വെച്ചാൽ അത് ഓരോ ക്യാരക്ടേഴ്സിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് നൂറുകണക്കിന് ക്യാരക്ടേഴ്സിനെ കോഡുകളാക്കി കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഈസി ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ കഴിയും. അതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. സൈറ്റോ ടാക്സോണമി. സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയ സെല്ലിന്റെ ക്യാരക്ടേഴ്സ് ആയ ക്രോമസോം നമ്പറിന്റെ സൈസോ ഷേപ്പോ അതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത്. Cyto taxonomy, that is based on cytological information like chromosome number, structure, behavior. ഒരു ക്രോമസോം നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബിഹേവിയറിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മനുഷ്യനെ പോലെ തോന്നുന്ന ഒരാൾ ഒരു കാട്ടിൽ നിന്ന് കണ്ടെത്തിന്ന് വിചാരിക്കുക. മനുഷ്യനാണോ അല്ലെങ്കിൽ കുരങ്ങാണോ ഡൗട്ട് ഉണ്ട്. ക്രോമസോം നമ്പർ നോക്കിയാൽ മതി. 46 ക്രോമസോം ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെയായിരിക്കും. അങ്ങനെയാണ് 48 ക്രോമസോം ആർക്കായിരിക്കും. മനുഷ്യന് 46 ആണെങ്കിൽ 48 ചിമ്പൻസി അങ്ങനെയൊക്കെ വിചാരിക്കേണ്ട. 48 ക്രോമസോം ഉള്ളത് പൊട്ടറ്റോയ്ക്കാണ്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സ്പ്രിങ്ങിന്റെ ആകൃതിയിൽ, സ്പ്രിങ്ങിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ മറ്റു ഷേപ്പിലൊക്കെ പൊട്ടറ്റോ അവൈലബിൾ ആണ്. അപ്പൊ അത് കാണുമ്പോൾ പൊട്ടറ്റോ ആണോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അതിന്റെ സെല്ലെടുക്കുക, ക്രോമസോം നമ്പർ നോക്കുക. 48 ക്രോമസോം ഉണ്ടെങ്കിൽ അത് പൊട്ടറ്റോ തന്നെയായിരിക്കും. അതായത് ക്രോമസോം നമ്പർ കോൺസ്റ്റന്റ് ആണ് എല്ലാ സ്പീഷീസിലും. അത് മാറ്റമില്ല. ഏത് പൊട്ടറ്റോ എടുത്താലും 48 ക്രോമസോം, ഏത് മനുഷ്യനെടുത്താലും 46 ക്രോമസോം. അതായത് മനുഷ്യനില്ല 46 ക്രോമസോം ആയിരിക്കും, അതിലൊരു മാറ്റമില്ലല്ലോ. അതുപോലെ പൊട്ടറ്റോയ്ക്ക് 48 ക്രോമസോം ആയിരിക്കും, അതിന് മാറ്റമില്ല. അപ്പം ക്രോമസോം നമ്പർ അതുപോലെ സൈസ്, ഷേപ്പ്, ബിഹേവിയർ വെച്ചിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താറുണ്ട്. കീമോടാക്സോണമി. എന്തായിരിക്കും കീമോടാക്സോണമി? ഒരു പ്ലാന്റിന്റെ സെല്ലിനകത്തുള്ള അല്ലെങ്കിൽ ബോഡിയിലുള്ള കെമിക്കൽ കണ്ടന്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. Chemotaxonomy that uses the chemical constituents of plant to resolve confusions are also used by taxonomists these days. അതായത് ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസിന്റെ ബോഡിയിലുള്ള കെമിക്കൽ കണ്ടന്റിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ കെമിക്കൽ അനാലിസിസ് നടത്തുകൊണ്ട് നേരത്തെ ഉണ്ടായ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, വെണ്ടയും ചെമ്പരത്തി അതിനകത്ത് ഒരേ കെമിക്കൽ കണ്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, യൂഫോർബിയ ഗ്രൂപ്പിൽപ്പെട്ട ചെടികൾക്കെല്ലാം മിൽക്കി ലാക്ടസ്, റബ്ബറിനെ പോലെ പാലുകൾ ഉണ്ട് അല്ലെ. ആ ഒരു പാല് പോലെയുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ യൂഫോർബിയസി ഫാമിലിപ്പെട്ട ചെടികൾ റബ്ബറും യൂഫോർബിയസിൽ വരുന്നതാണ്. ആ കെമിക്കൽ എല്ലാം ഒരേ ഫാമിലിപ്പെട്ടവർക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നമുക്ക് കെമിക്കൽ അനാലിസിലൂടെ പറ്റും. അപ്പൊ കണ്ടന്റ്, കെമിക്കൽ കണ്ടന്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് കീമോടാക്സോണമി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Next the following ആണ് ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി. ഒരു ഓപ്പോസിറ്റ്, based on chromosome number, structure and behavior, based on the uses and chemical content of plants carried out using computer. ന്യൂമറിക്കൽ ടാക്സോണമിയുടെ ആൻസർ ഏതായിരിക്കും? ന്യൂമറിക്കൽ ടാക്സോണമി carried out using computer. ഒന്നാമത്തെ ആൻസർ സി ആണ് അല്ലേ. സൈറ്റോ ടാക്സോണമി ക്രോമസോം നമ്പറിന്റെ ബേസിൽ നമ്മൾ പറഞ്ഞു. ഇവിടെ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ എ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Artificial system and natural system are two systems of classification. Who are the proponents of these two systems? Write the criteria used by them for these classification. ആർട്ടിഫിഷ്യലും നാച്ചുറലും രണ്ടു തരം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ്. ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? അതിനുവേണ്ടി ഉപയോഗിച്ച ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ ആരാ കൊണ്ടുവന്നത്? ലിനേഴ്സ്. നാച്ചുറൽ ബെന്തമാൻ ഗുപ്ത. അതിനുപയോഗിച്ച ക്രൈറ്റീരിയ എന്താണ്? ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓർ ആൻഡ്രീഷ്യൻ സ്ട്രക്ചർ. ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലായിരുന്നു? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിന്റെ സ്ട്രക്ചറിന്റെ ബേസിലാണ് നമ്മൾ പഠിച്ചത്. ബെന്തമാൻ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലായിരുന്നു? എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ബേസിലായിരുന്നു. അതായത് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, ഇന്റേണൽ ക്യാരക്ടേഴ്സ് ആയ അൾട്രാസ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഒരു 12 വർഷത്തോളമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ആകെ 2 ക്വസ്റ്റ്യൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി എനിക്ക് കിട്ടാത്തതാണെന്ന് അറിയില്ല, എങ്കിലും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചിട്ടുള്ള ഏരിയ ഉണ്ട്. അതിന്റെ അർത്ഥം ഇപ്പോൾ എപ്പോഴും പ്രീവിയസിൽ ചോദിക്കുന്ന ഏരിയകളൊന്നും അല്ല ഇപ്പൊ കഴിഞ്ഞ എക്സാമിനൊക്കെ കണ്ടത്. പുതിയ പുതിയ ഏരിയകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പുതിയ രീതിയിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കണ്ടന്റ് നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. എല്ലാ ടൈപ്പ് ക്ലാസിഫിക്കേഷനും പഠിച്ചു വെച്ചിരിക്കുക. ന്യൂമറിക്കലൊന്നും അധികം ചോദിച്ചിട്ടില്ല, കണ്ടോ. ഫൈലോജനറ്റിക് ചോദിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക, എല്ലാ പോയിന്റും നോട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ കൂടെ വർക്ക് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.